വിശുദ്ധ യൗസേപ്പ് തിരുകുടുംബത്തിന്റെ നാഥൻ. നരകുല പരിത്രാതാവായ ഈശോ മിശിഹ മനുഷ്യനായി അവതീർണനാകുവാൻ തിരുമനസ്സായി. അവിടുന്ന് ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് ജനിച്ചത്. നസ്രത്തിലെ വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യകാമറിയവുമായിരുന്നു ആ ദമ്പതികൾ. കുടുംബനാഥനായി ദൈവം തെരഞ്ഞെടുത്തത് വിശുദ്ധ യൗസേപ്പിനെയാണ്. അദ്ദേഹം ഒരു മാതൃകാ കുടുംബനാഥനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപത്നിയായ പരിശുദ്ധ കന്യകയെ ആത്മാർത്ഥമായും ഭർതൃസഹജമായും വളർത്തുകുമാരനായ ഈശോ മിശിഹായെ പിതൃതുല്യവും സ്നേഹിച്ചിരുന്നു. പരിശുദ്ധ കന്യകയുടെയും ഈശോ മിശിഹായുടെയും ജീവിത സുഖ സൗകര്യങ്ങളിൽ അദ്ദേഹം ദത്തശ്രദ്ധനായിരുന്നല്ലോ. പരസ്പര സ്നേഹവും സഹകരണവും ധാരണയും ആ കുടുംബത്തിൽ കളിയാടി. നസ്രത്തിലെ തിരുക്കുടുംബം ഭൂമിയിലെ ഒരു സ്വർഗമായിരുന്നു. ഓരോ കത്തോലിക്ക കുടുംബവും നസ്രത്തിലെ തിരുക്കുടുംബത്തിന്റെ പ്രതീകമായിരിക്കണം. ഭാര്യയും ഭർത്താവും മാതാപിതാക്കന്മാരും മക്കളും സഹോദരങ്ങൾ തമ്മിലും പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും സേവനത്തിലും കഴിയണം. ഈശോ മിശിഹ അവിടുത്തെ പരിത്രാണ കർമ്മത്തിന് മകുടമണിയുന്ന കപാലഗിരിയിലെ മഹായജ്ഞത്തിന് 3 മണിക്കൂറും പരസ്യ ജീവിതത്തിന് 3 വത്സരവും മാത്രം വിനിയോഗിച്ചപ്പോൾ അവിടുന്ന് നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ വിശുദ്ധ യൗസേപ്പിനും പരിശുദ്ധ കന്യകയ്ക്കും കീഴ്വഴങ്ങി 30 വത്സരം ജീവിച്ചു. അതിലൂടെ അവിടുന്ന് തങ്ങളുടെ പരിപാവനതയെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. നമ്മുടെ കത്തോലിക്ക കുടുംബാംഗങ്ങൾ പരസ്പര സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും നികേതനങ്ങളായിരിക്കണം. അവിടെ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കേണ്ടതാണ്. ക്രിസ്തീയമായ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ നിലനിൽക്കണം. അതിന് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കേണ്ടതാണ്. ഒരു മാതൃകാ ഭർത്താവിനും ഭാര്യയ്ക്കും വേണ്ട ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം അവർ കുടുംബജീവിതം നയിക്കേണ്ടിയിരിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം വിശദീകരിക്കുവാനും കുട്ടികളെ വിശദീകരിക്കുവാനും ചുമതലയുണ്ട്. പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസേപ്പും അതിന് നമുക്ക് മാതൃക കാണിച്ചു തരുന്നു. സന്താനങ്ങളുടെ സ്വഭാവ രൂപവൽക്കരണം, കത്തോലിക്ക വിദ്യാഭ്യാസം, മതപഠനം മുതലായ കാര്യങ്ങളിൽ മാതാപിതാക്കന്മാർ ശ്രദ്ധ പതിക്കണം. സന്താനങ്ങളുടെ ആത്മരക്ഷയെ സംബന്ധിച്ച് മാതാപിതാക്കന്മാർ നിത്യവിധിയാളനായ ക്രിസ്തുവിന്റെ പക്കൽ കണക്ക് കേൾപ്പിക്കേണ്ടതായി വരും. കുടുംബങ്ങളെ ക്രൈസ്തവമാക്കി തീർക്കുകയാണ് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രേഷിത വൃത്തി. കുടുംബത്തിന്റെ ആധ്യാത്മികവും ഭൗതികവുമായ സുസ്ഥിതിയിൽ ദത്തശ്രദ്ധരായിരിക്കണം. പരസ്പര സ്നേഹമുള്ള കുടുംബം സ്വർഗത്തിന്റെ മുന്നോടിയാണ്. സ്നേഹമില്ലാത്ത കുടുംബം നരകത്തിന്റെ നാദിയുമത്രേ.